ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകുന്നേരം കുട്ടികൾ വരുമ്പോഴൊക്കെ എന്ത് കൊടുക്കുമെന്ന് ആലോചിക്കുകയാണെങ്കിൽ അതിന് പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. വീട്ടിൽ അവലുണ്ടെങ്കിൽ എല്ലാവർക്കും പെട്ടെന്നൊരു 5-6 മിനിറ്റിൻ്റെ ഉള്ളിൽ തയ്യാറാക്കുകയും ചെയ്യാം. അവലുകൊണ്ടുള്ളൊരു ഉപ്മാവാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. നമ്മുടെ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അവലെടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാ ബ്രൗൺ കളർ അവലില്ലേ, അത് തന്നെയാണ്. ഇത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊടുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഇതിന് നമുക്ക് കുറച്ച് നേരം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു 2-3 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളത്തിൽ നമുക്ക് കുറച്ചൊരു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2-3 മിനിറ്റ് അത്ര മതി. അവൽ വല്ലാണ്ട് കുഴഞ്ഞു പോകണ്ട കേട്ടോ. വല്ലാണ്ട് കുഴഞ്ഞു പോയി പിന്നെ നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ അതും ആകെ കുഴഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ചൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെക്കുക കേട്ടോ. ഉപ്പൂടെ ഇട്ട് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ അവൽ നമ്മൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല ബ്രൗൺ കളർ ഇളകി വരുന്നത് കാണാം. എന്താണെന്നറിയില്ല, ചളിയാണോ അതോ ഇനിയിപ്പോൾ അതിൻ്റെ കളറാണോ എന്താണെന്നറിയില്ല. എന്തായാലും നല്ല ബ്രൗൺ കളർ ആവുന്നത് കാണാം വെള്ളം. അപ്പോൾ നമുക്കിത് ഒരു 2-3 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മളൊരു പാത്രം എടുത്തിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് സാധാരണ നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാനിവിടെ കുറച്ച് ചെറിയ ജീരകം കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ജീരകം ഞാൻ ഒരിക്കലും നിർബന്ധമായിട്ട് പറയില്ല, കാരണം ഈ ചെറിയ ജീരകം ഇട്ടാൽ നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. അത് നമ്മൾ മലയാളികൾക്ക് അധികം ആൾക്കാർക്കും അത്ര ഇഷ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ചെറിയ ജീരകം പറയില്ല. അതിന് പകരം വേണമെങ്കിൽ നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ നാടൻ ഉപ്മാവിൻ്റെ ടേസ്റ്റ് വരാൻ ഇഞ്ചി ചേർത്ത് കൊടുക്കാം, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു അരഭാഗം സവാള തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വലിയ സവാളയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അധികം ലുലുവിലൊക്കെ ഇങ്ങനത്തെ കിട്ടുന്നത്, നല്ല വലിയ സൈസിൽ ഒരു ഭയങ്കര ഡാർക്ക് പർപ്പിളായിട്ടുള്ള സവാളയപ്പോൾ കിട്ടുന്നതല്ലോ. അപ്പോൾ എന്തായാലും അതിനെ ഞാൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ഇതിനൊന്ന് അങ്ങ് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതുകൂടെ ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ഇടുക കേട്ടോ. കുറച്ച് എരിവുണ്ടായിക്കോട്ടെ, എരിവുണ്ടായാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ അവൽ സോക്ക് ചെയ്തതിൽ ഉപ്പിട്ടിരുന്നു, അത് പോകും, ആ വെള്ളം ഒഴിവാക്കുമ്പോൾ പോകും. അതുകൊണ്ട് തന്നെ ഇതിൽ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അത് വല്ലാണ്ട് പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അതിൽ നമ്മൾ ഇട്ട് കൊടുത്ത് ഉപ്പ്. അതുകൊണ്ട് ഇടുമ്പോൾ കൂടി പോകണ്ട കേട്ടോ, ശ്രദ്ധിച്ച് ഇട്ടാൽ മതി. ഇനി ആ ഒരു മഞ്ഞ കളർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്മാവിനൊരു യെല്ലോ കളർ വരുമ്പോൾ കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത അവൽ നമ്മളവിടെ ഡ്രൈൻ ചെയ്ത് വെച്ചിരുന്ന ഒരു അരിപ്പയിലിട്ടിട്ട് അത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ അവലിൻ്റെ കളറുണ്ടോ, നമ്മൾ നേരത്തെ കണ്ട പോലെയല്ലോ, ഒന്നുകൂടെ നല്ല വെളുത്ത അവലായി. അത് തന്നെ പറഞ്ഞാൽ ആ ബ്രൗൺ കളർ നല്ലോണം അങ്ങ് ആ വെള്ളത്തിലങ്ങ് കലങ്ങി പോകുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അവലിനെ നല്ലോണം ഡ്രെയിൻ ചെയ്യണം കേട്ടോ. അതിലെ വെള്ളം നല്ലോണം പോകണം. അപ്പോൾ ഒരു അരിപ്പയൊക്കെ അങ്ങ് ഇട്ടുവെച്ചാൽ മതി, നല്ലോണം വെള്ളം പോയിക്കോളും. എന്നിട്ട് നമുക്കത് ഇതിലിട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ വല്ലാണ്ട് ഉടക്കാതെ മിക്സ് ചെയ്യണം കേട്ടോ, കാരണം സോക്ക് ചെയ്ത അവലായതുകൊണ്ട് നമ്മൾ ഭയങ്കര ഹാർഡായിട്ട് ഇളക്കി കൊടുത്താൽ ചിലപ്പോൾ അത് ഉടഞ്ഞു പോകും. അപ്പോൾ ഉടയാതെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ ആവിയൊക്കെ വരും കേട്ടോ. ആ പാത്രത്തിന്മേലൊക്കെ വെള്ളത്തിൻ്റെ തുള്ളിയൊക്കെ കാണാം, അപ്പോൾ ഓപ്പൺ ചെയ്താൽ മതി. ഇപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടാവും. പിന്നെ അവലല്ല വല്ലാണ്ട് അങ്ങ് കുക്കാവാനൊന്നും ഇല്ലല്ലോ, നമ്മൾ ഓൾറെഡി സോക്ക് ചെയ്തതാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇപ്പോൾ ഇത് നല്ലോണം കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരഭാഗം നാരങ്ങാനീരും കൂടെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. നല്ലൊരു പുളിയുടെ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ നമ്മൾ ഇഞ്ചി ഇട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നാരങ്ങാനീര് വേണമെന്നില്ല. ഞാനിപ്പോൾ ചെറിയ ജീരകം ഇട്ടതുകൊണ്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ചെറിയ ജീരകം ഇടുന്നവർ കുറച്ച് മാത്രം ഇടുക, അതിൻ്റെ ടേസ്റ്റ് കൂടിയാലേ നമ്മളെ കൊണ്ട് കഴിക്കാൻ കഴിയൂല കേട്ടോ. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. കറിവേപ്പില വേണമെങ്കിൽ അതും ഇടാം കേട്ടോ. ഇഞ്ചിയൊക്കെ ഇട്ടുണ്ടാക്കുകയാണെങ്കിൽ കറിവേപ്പില ഇട്ടാൽ മതി, അതാവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നമ്മുടെ മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ നല്ല ചൂടായിട്ടുള്ള അവലിൻ്റെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം, നല്ല സിമ്പിളാണ്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.